എല്ലാവർക്കും നമസ്കാരം. യതീശയുടെ സ്പിരിറ്റ് ഓഫ് രാമയിലെ 9ാമത് എപ്പിസോഡാണ് ഇന്ന് നമ്മൾ അതിൽ വാൽമീകി രാമായണത്തിൽ തത്വപ്രാധാന്യമായി രാമായണത്തെ വീക്ഷിക്കുന്ന ഒരു പരമ്പരയാണിത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 8 എപ്പിസോഡുകളിലായിട്ട് രാമായണത്തിൽ ഓരോ കാണ്ഡത്തിലും വരുന്ന പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അതിൻ്റെ തത്വങ്ങളിലൂടെ പര്യവേക്ഷണം ചെയ്യുക എന്നൊരു മഹത്തായ ഉദ്യമമാണ് ഞങ്ങളിവിടെ ആരംഭിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാവരെയും 9ാമത് എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓം വന്ദേ ഗുരുപാദദ്വന്ദ്വം അവാപ്തം മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം ഹതൈർക്യം ത്രൈപുരം മഹാ. ഓ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഹി ഓ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കിരീടധാരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഉണ്ടായ തടസ്സങ്ങളും ശ്രീരാമചന്ദ്ര ഭഗവാൻ മാതാവായ കൈകേയിയോട് സംവദിക്കുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കി. അവിടെ ശ്രീരാമൻ അവസാന ഭാഗം പറയുന്നുണ്ട്, അമ്മേ, ഇതെല്ലാം അങ്ങ് എനിക്ക് വിശദീകരിച്ച് തരേണ്ട കാര്യമില്ല. എൻ്റെ പിതാവിനെ സഹായിക്കുവാൻ എൻ്റെ ശരീരം പോലും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണല്ലോ. പിതാവിൻ്റെ ആശ്വാസത്തിനായി ഞാൻ എന്തും, അല്ലെങ്കിൽ എന്തെല്ലാമാണോ ഒരു മകൻ ത്യജിക്കാൻ സാധിക്കുന്നത് അതെല്ലാം സന്തോഷത്തോടെ ത്യജിക്കാൻ ഞാൻ ഒരുക്കമാണ്. കിരീടധാരണം ഉപേക്ഷിക്കാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടാൽ സന്തോഷത്തോടെ ഞാനത് സ്വീകരിച്ചു കൊണ്ടത് ചെയ്യുക തന്നെ ചെയ്യും. എൻ്റെ പിതാവ് ആവശ്യപ്പെട്ടാൽ എൻ്റെ പ്രിയ സഹോദരനായ ലക്ഷ്മണനെ പോലും രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞാൻ ഉപേക്ഷിക്കും. ആവശ്യമെങ്കിൽ അതെൻ്റെ പിതാവിനെ സന്തോഷിപ്പിക്കുമെങ്കിൽ ഞാൻ അഗ്നിപ്രവേശം നടത്തുവാൻ പോലും, അല്ലെങ്കിൽ വിഷം കഴിച്ച് എൻ്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ പോലും ഞാൻ സന്തോഷമായി ചെയ്യുവാൻ ആഗ്രഹമുള്ള ഒരു മകനാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ആവശ്യപ്പെടാതെ തന്നെ പിതാവിന് ആവശ്യമുള്ളത് ചെയ്താൽ മാത്രമേ ഒരു മകൻ പൂർണ്ണനാകുള്ളൂ എന്നുള്ള എല്ലാ ധാരണയും എനിക്കുണ്ട്. ഒരു മകൻ ആവശ്യപ്പെട്ടാൽ ഒരു ശരാശരിയായ ഒരു പുത്രൻ ഒരു പിതാവിന് വേണ്ടി എന്തും ചെയ്യും. പിതാവിൻ്റെ ആഗ്രഹം അനുസരിക്കാത്ത മകൻ യഥാർത്ഥത്തിൽ ശരീരവിസർജ്യത്തിന് തുല്യമാണെന്ന് പറയും. അങ്ങനെ എൻ്റെ പിതാവിന് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് താങ്കൾക്കും അറിയാം. ഇത് താങ്കളോടുള്ള എൻ്റെ വാഗ്ദാനമാണ്. ഇതിൽ ഞാൻ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് കൈകേയിയോട് ശ്രീരാമൻ പറയുകയാണ്. ശ്രീരാമൻ ഇങ്ങനെ സത്യം ചെയ്ത സമയത്ത്, വാഗ്ദാനം ചെയ്ത സമയത്ത് കൈകേയി അവനോട് പറയുകയാണ്, ശ്രീരാമ, ഞാൻ ആദ്യം നൽകാൻ ആഗ്രഹിക്കുന്ന വരം, അല്ലെങ്കിൽ എനിക്ക് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന വരം, നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ കിരീടധാരണം എൻ്റെ മകനായ ഭരതന് നീ കൈമാറുക എന്നതാണ്. ഞാൻ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ വരം, നീ കാട്ടിൽ പോയി 14 വർഷം അവിടെ താമസിക്കുക എന്നതാണ്. ഇതെല്ലാം നിന്നോട് പറയാൻ നിൻ്റെ പിതാവായ ദശരഥ മഹാരാജാവ് മടിക്കുന്നു. അതാണ് ദശരഥ മഹാരാജാവിൻ്റെ ഈ ദുരിതത്തിനും ഈ അവസ്ഥയ്ക്കും കാരണം. ശ്രീരാമൻ ഉടനെ തന്നെ മറുപടി പറയുകയാണ്, അമ്മേ, ഞാൻ സന്തോഷത്തോടെ ഈ അമ്മ ചോദിച്ച 2 വരവും ഞാൻ അനുസരിക്കാം. ഭരതൻ രാജാവാകട്ടെ, ഞാൻ ഉടനെ തന്നെ കാട്ടിലേക്ക് പോകാം. ഭരതന് രാജ്യം ഭരിക്കുവാൻ വേണ്ടി സാധിക്കും. രാജ്യം വിടാൻ എനിക്ക് സന്തോഷമുണ്ട്. അങ്ങ് ആലോചിച്ചാൽ ഒരു രാജ്യം നോക്കുന്നത് വളരെ മടുപ്പുള്ള കാര്യമാണ്. ഒരു കാട്ടിൽ താമസിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള കാര്യമാണ്. അങ്ങ് എന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കാട്ടിൽ ജീവിതം സ്വീകരിച്ച്, അല്ലെങ്കിൽ കാട്ടിലെ ജീവിതം ഞാൻ സ്വാംശീകരിച്ച് എൻ്റെ ശരീരം മാത്രം പരിപാലിക്കേണ്ടി വരും. തൻ്റെ യൗവനം പിതാവിന് നൽകുകയും
പകരം പിതാവിൻ്റെ വാർദ്ധക്യം സ്വീകരിക്കുകയും ചെയ്ത പുരൂരവസിഷ്ഠൻ്റെ അല്ലെങ്കിൽ പുരൂരവസിൻ്റെ കഥ ഞാൻ ഓർക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ഇവിടെ എന്നോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ആരായാലും അവൻ്റെ പിതാവിൻ്റെ സന്തോഷത്തിനായി ചെയ്ത് അത്തരം ത്യാഗങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പുരൂരവസിൻ്റെ കഥയിൽ ആ ത്യാഗത്തിനെ പോലും താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല. കാരണം ഇത് എത്രയോ തുച്ഛമായ ത്യാഗമാണ്. അതൊക്കെ ആലോചിക്കുന്ന സമയത്ത് എൻ്റെ പേരിൽ അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ഓർത്ത് എൻ്റെ പിതാവ് ഒരിക്കലും ദുഃഖിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ശ്രീരാമൻ കൈകേയിയോട് പറയുന്നുണ്ട്. ദശരഥ മഹാരാജാവ് ആ സമയത്ത് രാമനോട് പറയുകയാണ്, മകനെ, ഞാനൊരു സിംഹാസനസ്ഥനായ രാജാവും ഒരു ഗൃഹസ്ഥനായ ഭർത്താവും കൂടിയാണ്. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ പോലെ അല്ല ഞാൻ പെരുമാറുന്നത്. അതിനാൽ തന്നെ അങ്ങ് എന്നെ പിടികൂടി ജയിലിൽ അടയ്ക്കൂ. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു പാപവും സംഭവിക്കില്ല. രാജ്യം നീ ഏറ്റെടുക്കുക. അങ്ങനെ എന്നെ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചതിൻ്റെ പാപവും എനിക്ക് ഉണ്ടാകില്ല. കാരണം ഒരു രാജാവായിരിക്കുന്ന സമയത്ത് രാജ്യത്തിൻ്റെ ക്ഷേമത്തിന് ഉത്തമനായ ഭരണാധികാരിയെ സംഭാവന ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ പാപമാണ്. ആ പാപം എനിക്ക് സംഭവിക്കില്ല. എന്നെ ജയിലിലടയ്ക്കൂ. ഒരു ഉത്തരവാദിയായ രാജാവ് പെരുമാറുന്നത് പോലെയല്ല ഞാനിപ്പോൾ പെരുമാറുന്നത്. അതിനാൽ എന്നെ താങ്കൾക്ക് ജയിലിൽ അടയ്ക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാജാവ് വീണ്ടും രാമനെ ഓർത്ത് രാമനാമം ജപിച്ച് വിലപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ പ്രിയ മകനെ, നിന്നിൽ നിന്നുള്ള വേർപാട് എനിക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും? ആഴമേറിയ വനങ്ങളിൽ താമസിക്കുന്ന നിങ്ങളുടെ ദുരവസ്ഥയെക്കുറിച്ച് എനിക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയും? അങ്ങനെ അദ്ദേഹം വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. രാമൻ ഉടനെ തന്നെ കുറച്ച് തണുത്ത ജലം കൊണ്ടുവന്ന് പിതാവിൻ്റെ മുഖം കഴുകി മധുരവാക്കുകളാൽ അദ്ദേഹത്തെ സമാധാനിപ്പിച്ച് പറയുകയാണ്, എൻ്റെ പ്രിയ പിതാവേ, എന്തിനാണ് അങ്ങ് വിഷമിക്കുന്നത്? സത്യം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീകമായി സൂക്ഷിക്കണോ വേണ്ടയോ എന്ന് എനിക്ക് സംശയമേയില്ല. എൻ്റെ സഹോദരന് രാജ്യം വളരെ നന്നായി ഭരിക്കുവാൻ സാധിക്കും. കാട്ടിലേക്ക് പോകാനുള്ള അങ്ങയുടെ കൽപ്പന ഞാൻ സന്തോഷപൂർവ്വം പാലിക്കും. ഒരു രാജ്യം ഭരിക്കുന്നതിൻ്റെ സമ്മർദ്ദവുമായി താരതമ്യം ചെയ്യുമ്പോൾ കാട്ടിൽ താമസിക്കുന്നത് എളുപ്പമുള്ള ജീവിതമാണ്. ഇത്രയും എളുപ്പമുള്ള ഒരു ജീവിതം നൽകി അമ്മ കൈകേയി എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അമ്മ കൗസല്യയോടും സീതയോടും കാട്ടിലേക്കുള്ള എൻ്റെ നാടുകടത്തലിനെ കുറിച്ച് ഞാനൊന്ന് സംസാരിക്കട്ടെ. അതായത് കൗസല്യയോടും സീതയോടും ഈ വിവരം കൈമാറിയിട്ടേ ഇല്ല. അതിനാൽ ഞാൻ അവരോട് ഈ വിവരം കൈമാറട്ടെ എന്ന് പറഞ്ഞ് കൗസല്യയുടെ താമസ സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ് ശ്രീരാമൻ. കൊട്ടാരത്തിൽ അവിടെ അമ്മ കൗസല്യ കിരീടധാരണത്തിൻ്റെ ചടങ്ങിനായി തയ്യാറെടുക്കുകയാണ് വളരെ സന്തോഷപൂർവ്വം. പുതുതായി കിരീടധാരണം ചെയ്യപ്പെട്ട തൻ്റെ മകൻ്റെ ഭാഗ്യം കൊണ്ടുവരാൻ അവൾ നിരവധി, അല്ലെങ്കിൽ ആ മകന് എല്ലാവിധ സമൃദ്ധിയും ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിരവധി പൂജാകർമ്മങ്ങൾ കൗസല്യ ചെയ്യുന്നു. ശ്രീരാമൻ്റെ വരവിനായി അവളും സുമിത്ര അമ്മയും ആകാംക്ഷയോടെ കാത്തിരുന്നപ്പോൾ രാജകീയമായ വേഷവിധാനങ്ങളൊന്നുമില്ലാതെ, ആഭരണങ്ങളൊന്നും അണിയാതെ വളരെ തിടുക്കത്തിൽ രാമൻ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുന്നത് അവർ കാണുകയുണ്ടായി. കൗസല്യ ഉടൻ ഓടിച്ചെന്ന് ശ്രീരാമനെ കെട്ടിപ്പിടിച്ച് അരികിലിരുത്തി ചോദിക്കുകയാണ്, മകനെ, നിന്നെ എന്തെങ്കിലും അലട്ടുന്നുണ്ടോ? ഒരു അമ്മയ്ക്ക് മകൻ്റെ മുഖം കാണുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് മനസ്സിലാകും. നിനക്ക് വിശക്കുന്നുണ്ടോ? നിന്റെ ഇഷ്ടമുള്ള ഭക്ഷണം ഞാൻ ഉടനെ തന്നെ നിനക്ക് വിളമ്പിത്തരാം. ഇത് കേട്ട് ശ്രീരാമൻ അമ്മയോട് മറുപടി പറയുകയാണ്, അമ്മേ, എനിക്ക് ഇപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സമയമല്ല. കൊട്ടാരം വിട്ട് ഇന്ന് തന്നെ എനിക്ക് കാട്ടിലേക്ക് പോകണം. അമ്മ കൈകേയിയുടെ നിർദ്ദേശപ്രകാരം അച്ഛൻ പണ്ട് നൽകിയ ആ വരങ്ങൾ, അല്ലെങ്കിൽ അച്ഛൻ നൽകിയ കൽപ്പനയാണിത്. വളരെ കാലം മുമ്പ് അദ്ദേഹം കൈകേയി അമ്മയ്ക്ക് 2 വരങ്ങൾ നൽകിയിരുന്നു. ഇപ്പോൾ അവൾ ആ വരം നിറവേറ്റാൻ രാജാവായ ദശരഥനോട്, അല്ലെങ്കിൽ എൻ്റെ പിതാവിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഭരതനെ കിരീടധാരണം ചെയ്യിക്കണമെന്നും എന്നെ 14 വർഷത്തേക്ക് കാട്ടിലേക്ക് നാടുകടത്തണമെന്ന് ആ അമ്മ ആഗ്രഹിക്കുന്നു. വിഷമിക്കേണ്ട,
ഞാൻ കാട്ടിലെ എൻ്റെ സമയം പൂർത്തിയാക്കി ഉടനെ തന്നെ അങ്ങയെ കാണാൻ മടങ്ങി വരും. ഇത് കേട്ട് കൗസല്യ ബോധരഹിതയായി ദുഃഖത്താൽ നിലംപതിക്കുന്നു. പിന്നീട് അവൾ ശക്തി സംഭരിച്ചുകൊണ്ട് എഴുന്നേറ്റ് വീണ്ടും വിലപിക്കാൻ തുടങ്ങി. കാട്ടിൽ പോകേണ്ടി വന്നാൽ എന്നെയും നീ നിന്റെ കൂടെ കൂട്ടിക്കോളൂ. ഒരു നിമിഷം പോലും നിന്നെ പിരിഞ്ഞ് ജീവിക്കണമെന്ന ചിന്ത എനിക്ക് താങ്ങാൻ കഴിയില്ല. ദണ്ഡക ആരണ്യത്തിൽ അല്ലെങ്കിൽ ദണ്ഡകവനത്തിൽ പോയാൽ ഞാൻ എൻ്റെ ശരീരം ഉപേക്ഷിച്ച് മരണദേവനായ ആ ദണ്ഡാധരൻ്റെ ലോകത്തേക്ക് പോകും. ഭരതനെ രാജാവാക്കാൻ എന്തിനാണ് ശ്രീരാമ നീ കാട്ടിൽ പോകേണ്ടത്? ഈ ശിക്ഷ ലഭിക്കാൻ നീ അമ്മയായ കൈകേയിയോട് എന്ത് തെറ്റാണ് ചെയ്തത്? നീ നിന്റെ അമ്മയെയും അച്ഛനെയും തുല്യമായി ബഹുമാനിക്കുന്നു. കാട്ടിൽ പോകണമെന്ന് രാജാവ് പറഞ്ഞാൽ ഞാൻ നിന്നോട് പറയുകയാണ്, രാജാവ് എൻ്റെ ആഗ്രഹം അവഗണിക്കാൻ തീരുമാനിച്ചാൽ ഞാൻ എൻ്റെ ജീവൻ സ്വയം എടുക്കും. ഒരു അമ്മയുടെ ദുഃഖം ലോകത്തിലെ മനുഷ്യത്വത്തിൻ്റെ ആ ലോകത്തെ നശിപ്പിക്കാൻ പര്യാപ്തമാണ്. ഈ സംഭാഷണങ്ങൾ കേട്ട് ലക്ഷ്മണൻ വളരെ കോപാകുലനായി തീരും. അദ്ദേഹം ശ്രീരാമചന്ദ്ര ഭഗവാനോട് പറയുകയാണ്, ആളുകൾക്ക് പ്രായമാകുമ്പോൾ അവർക്ക് നേരായ ചിന്താശേഷി ഉണ്ടാവില്ല. നമ്മുടെ പിതാവിന് വാർദ്ധക്യം ബാധിച്ചിട്ടുണ്ട്, അച്ഛൻ വാർദ്ധക്യത്തിലാണ് എന്ന് ഞാൻ ഇപ്പോൾ കരുതുന്നു. കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാൻ വൃദ്ധനായ നമ്മുടെ പിതാവിനെ സ്ത്രീകൾക്ക് എളുപ്പത്തിൽ വശീകരിക്കാൻ സാധിക്കും. എപ്പോഴും ഇത്ര സമാധാനപരമായും കടപ്പാടോടെയും അങ്ങ് പെരുമാറുന്നത് ദയവായി ഇവിടെ നിർത്തണം എന്ന് രാമനോട് കാർക്കശ്യത്തോടുകൂടി ലക്ഷ്മണൻ പറയുകയാണ്. അദ്ദേഹത്തെ കെട്ടിയിട്ട് രാജ്യം ഫലമായി ഏറ്റെടുക്കുക. പിതാവായ ദശരഥ മഹാരാജാവിന് വാർദ്ധക്യം ബാധിച്ചു. പ്രജ്ഞ നഷ്ടപ്പെട്ട് ഇങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ രാജ്യത്തെ നശിപ്പിക്കും. അതുകൊണ്ട് രാജ്യം ബലമായി ഏറ്റെടുക്കുക. ഞാൻ അങ്ങയോടൊപ്പമുണ്ട്. ആരെങ്കിലും നമ്മുടെ നീക്കത്തെ എതിർത്താൽ ഞാൻ അവരെ ഇല്ലാതാക്കും. അങ്ങനെ ലക്ഷ്മണൻ അമ്മയോട് പറയുകയാണ്, അമ്മേ വിഷമിക്കേണ്ട കാര്യമില്ല. കിരീടധാരണം ആസൂത്രണം ചെയ്തതുപോലെ ഞാൻ നടത്തും. നമ്മളുടെ ഗുരുവോ അച്ഛനോ എടുത്ത ദുഷ്പ്രവൃത്തി അല്ലെങ്കിൽ ദുഷ്ടകരമായ ഈ തീരുമാനം തിരുത്താൻ ശ്രീരാമനായ അങ്ങേക്ക് അല്ലെങ്കിൽ ജ്യേഷ്ഠനായ അങ്ങേക്ക് എല്ലാവിധ അധികാരവുമുണ്ട്, എൻ്റെ അനുവാദവുമുണ്ട് എന്ന് കോപാകുലനായി ലക്ഷ്മണൻ പറയുകയാണ്. ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മൾക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഈ സംഭാഷണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സംഭാഷണമാണ് കൗസല്യ പറയുന്നത്. കാരണം അവിടെ കൗസല്യ ശ്രീരാമനോട് പറയുകയാണ്, സങ്കടപ്പെട്ട സമയത്ത് ആ അമ്മ പറയുകയാണ്, ഒരമ്മയുടെ ദുഃഖം ലോകത്തിലെ മനുഷ്യത്വത്തിൻ്റെ നാശത്തിന് കാരണമാകുന്നതാണ്. അത് ഏറെക്കുറെ നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ ചിന്തിച്ചാൽ ചിലപ്പോൾ നമ്മൾക്കത് ശരിയാണെന്ന് തോന്നും, രാമായണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ. കാരണം നമ്മൾക്കറിയാം, നമ്മുടെ പൂർവിക കാലത്ത് പ്രാചീനമായ നമ്മുടെ സാംസ്കാരിക ആ പന്ഥാവിൽ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ സംസ്കാരങ്ങൾ ചരിത്രപരമായി എടുത്താൽ പോലും, പുരാണപരമായിട്ടോ ആധ്യാത്മികപരമായോ എടുക്കാതെ ചരിത്രത്തിൻ്റെ പിൻബലത്തോടെ എടുത്തു നോക്കിയാലും ഭാരതത്തിലെ പ്രാചീന അല്ലെങ്കിൽ ലോകവ്യവസ്ഥയിലെ പ്രാചീന സമൂഹം വളരെ പ്രകൃതിയോട് ഇഴചേർന്ന് ജീവിച്ച ഒരു സംസ്കാരമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ മനുഷ്യൻ്റെ പരിണാമ ഘട്ടങ്ങളിൽ, വ്യാവസായിക വിപ്ലവങ്ങൾക്കൊക്കെ ഒടുവിൽ മനുഷ്യൻ പരസ്പരം പോരടിക്കുന്നതും ആ പോരിൻ്റെയൊക്കെ ആ യുദ്ധങ്ങളുടെയൊക്കെ ആ ഒരു കേന്ദ്ര സ്വഭാവത്തിലേക്ക്, ആ യുദ്ധക്കളത്തിൻ്റെ നടുവിലേക്ക് എപ്പോഴും സ്ത്രീത്വത്തെ അല്ലെങ്കിൽ ആ സ്ത്രീ വംശത്തെ വലിച്ചിഴച്ച് കൊണ്ടുവരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പല രാജ്യങ്ങളും അവരുടെ സൈനിക അധിനിവേശം ചെയ്യുന്ന സമയത്ത് പോലും അവർ കീഴടക്കിയ രാജ്യത്തിലെ സ്ത്രീ വംശത്തെ വേട്ടയാടുന്നത് ഒരു നിത്യപതിവായി നമ്മൾ ആധുനിക ലോകത്ത് കാണുവാൻ സാധിക്കും. ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലാതെ സാമൂഹികമായ ഒരു ക്രമത്തിൽ നമ്മൾ ഇതിനെ പരിശോധിച്ച് നോക്കിയാലും നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്, പ്രാചീന അല്ലെങ്കിൽ പൂർവ സംസ്കാര കാലത്ത് നമ്മുടെ സമൂഹത്തിൽ, വിശിഷ്യ ഭാരത സംസ്കാരത്തിൽ സ്ത്രീകൾ ആരാധന ഏറ്റുവാങ്ങിയ വംശമാണ്. സ്ത്രീ വംശം എന്നുള്ളത്
ആരാധ്യ ദേവതകളെ പോലെയായിരുന്നു. ആ കാലഘട്ടത്തിൽ സ്ത്രീ പ്രസവിച്ച ആളുകളൊക്കെ അല്ലെങ്കിൽ സ്ത്രീ സൃഷ്ടിച്ച സമൂഹം യാഥാർത്ഥ്യത്തിൻ്റെയും ഈ പറയുന്ന സൃഷ്ടിപരമായ കഴിവിൻ്റെയും ഒരു ലോകമായിരുന്നു. സാഹോദര്യത്തിൻ്റെ ഒക്കെ ലോകമായിരുന്നു എന്ന് നമുക്ക് കാണാം. കേരള ചരിത്രം എടുത്തു നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാവും. തിരുവിതാംകൂർ രാജവംശത്തെയും കൊടുങ്ങല്ലൂർ എന്ന പ്രദേശത്തിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ എടുത്താലും, ചോള ചേര പാണ്ഡ്യ രാജവംശമൊക്കെ എടുത്താലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഞാൻ ദക്ഷിണ ഭാരതത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്, ഉത്തര ഭാരതത്തിൽ എടുത്താലൊക്കെ നമ്മൾക്ക് കാണാം. ആ സമയത്തൊക്കെ രാജധർമ്മം മാനവരാശിക്ക് അല്ലെങ്കിൽ മാനവരാശിയുടെ ധാർമ്മികമായ പുനരുദ്ധാരണത്തിനും അല്ലെങ്കിൽ പുരോഗതിക്കും വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. പക്ഷേ കാലം പുരോഗമിക്കുന്നതോടുകൂടി ഈ ഒരു ധാർമ്മികതയുടെ നാശം സംഭവിക്കുന്നതും ആ നാശം സംഭവിക്കുന്നതിന് അടിസ്ഥാനപരമായി സ്ത്രീകളോടുള്ള പുരുഷന്റെ പെരുമാറ്റങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം വളരെ ചരിത്രപരമായി നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. കൗസല്യയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പരിണാമഘട്ടം ഏകദേശം ഒരു 10-ാം നൂറ്റാണ്ട് മുതലൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അധിനിവേശ കാലഘട്ടങ്ങൾ ഒക്കെ സ്ത്രീകളോടുള്ള പരാക്രമം വളരെയേറെയായിരുന്നു. അതേ തുടർന്ന് ആധുനിക കാലഘട്ടത്തിലും ആരാധ്യ സ്ഥാനത്ത് വിഹരിച്ചിരുന്ന സ്ത്രീ സമൂഹം പുരുഷ സമൂഹത്തിൻ്റെ കാൽക്കീഴിലേക്ക് വഴുതി വീണത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ആ കാലഘട്ടത്തിൽ സ്ത്രീ സൃഷ്ടിച്ച സമൂഹം യഥാർത്ഥത്തിൽ ലോകക്രമത്തിനുണ്ടാക്കിയ നാശങ്ങൾ അല്ലെങ്കിൽ ലോകക്രമത്തിൻ്റെ പുരോഗതിക്ക് ഉണ്ടാക്കിയ തടസ്സങ്ങൾ സൂക്ഷ്മമായി നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവിടെയാണ് കൗസല്യയുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രസക്തി. അതായത് ഒരു സ്ത്രീയുടെ ദുഃഖം, ഒരു അമ്മയുടെ ദുഃഖം മനുഷ്യത്വത്തിൻ്റെ നാശത്തിന്, ലോകത്തിൽ നിലനിൽക്കുന്ന മനുഷ്യത്വത്തിൻ്റെ നാശത്തിന് കാരണമായിരിക്കും അല്ലെങ്കിൽ പര്യാപ്തമാണ്. അതുപോലെ തന്നെയാണ് ലക്ഷ്മണൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം പൊതുവെ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു ചിന്താഗതിയാണ് മനുഷ്യൻ വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ എത്തുന്ന സമയത്ത് അവരുടെ ചിന്താശേഷിക്ക് കോട്ടം തട്ടുമെന്നും ആ സമയം അവരെ ഈ പറയുന്ന പോലെ ഫലമായ സ്ഥാനത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്വസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി യുവത്വം ഈ പറയുന്ന ഭരണാവസ്ഥയിലേക്ക് ഉയരണം എന്നുള്ളത്. ഇത് എപ്പോഴും നമുക്ക് ചരിത്രത്തിൽ വളരെ സ്പഷ്ടമായി കാണുവാൻ സാധിക്കുന്ന രണ്ട് തീംസാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹർഷി വാൽമീകി രാമായണം എഴുതുന്ന സമയത്ത് പോലും ആ സമൂഹത്തിൽ പോലും ഇങ്ങനെയുള്ള ചിന്താധാര നിലനിന്നിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു സംഭാഷണം അതിൽ കടന്നു വരേണ്ട കാര്യമില്ല. അപ്പം ഇവിടെയാണ് ശ്രീരാമൻ ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശം, ലക്ഷ്മണോപദേശം വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് രാമായണത്തിൽ. കാരണം ഇവിടെ ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്ന ഒരു സന്ദർഭം വരുന്നുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നു, ലക്ഷ്മണൻ കോപാകുലനായത് കണ്ട് ശ്രീരാമൻ പുഞ്ചിരിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് സമാധാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ലക്ഷ്മണ, സഹോദര, എൻ്റെ വാക്കുകൾ കേൾക്കൂ. ഈ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ ദയവ് ചെയ്ത് തർക്കബുദ്ധിയോടുകൂടി ഇരിക്കരുത്. നീ ആരാണ് എന്ന് എനിക്ക് നന്നായി അറിയാം. അതും ഈ ജീവിതത്തിൽ മാത്രമല്ല, നിന്റെ അസ്തിത്വത്തിന് പിന്നിലെ തത്വവും എൻ്റെ സന്തത സഹചാരി എന്ന നിലയിൽ ഈ ജീവിതത്തിൽ നിന്റെ പങ്കിനെക്കുറിച്ചും എനിക്ക് നന്നായി അറിയാം. എന്നോടുള്ള നിന്റെ സ്നേഹം സമാനതകളില്ലാത്തതാണ്. നിനക്ക് ഇഷ്ടമുള്ളതെന്തും നേടാൻ കഴിയുന്ന കഴിവുള്ളവനാണ് നീ. ഈ രാജ്യം, അതുപോലെ തന്നെ നമ്മുടെ ശരീരങ്ങൾ, നമ്മുടെ എല്ലാ സമ്പത്തും ദൃശ്യമാണെങ്കിലും ഇതൊന്നും യാഥാർത്ഥ്യമല്ല. ഈ ലോകത്ത് നമ്മുടെ ആസ്വാദനങ്ങളിലൂടെ എല്ലാ അനുഭവങ്ങളും അല്ലെങ്കിൽ നാം ആസ്വദിക്കുന്ന എല്ലാ അനുഭവങ്ങളും അത് ക്ഷണികവും ചഞ്ചലവുമാണ്. ചിലപ്പോഴൊക്കെ ഉജ്ജ്വലവും തിളക്കമുള്ളതുമായി അവ കാണപ്പെടുന്നുണ്ടെങ്കിലും ഈ പ്രപഞ്ചത്തിൻ്റെ യുഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ അല്ലെങ്കിൽ മനുഷ്യജീവിതം വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രമാണ് എന്ന് നീ തിരിച്ചറിയുക. ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ ശ്രീരാമൻ യഥാർത്ഥ തത്വ ഉപദേശമാണ് ലക്ഷ്മണന് നൽകുന്നത്. അപ്പം ലക്ഷ്മണൻ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജീവാത്മാവാണ് രാമനെങ്കിൽ നമ്മുടെ ബുദ്ധിയാണ് അല്ലെങ്കിൽ നമ്മളെ സർപ്പശക്തിയാണ്
ലക്ഷ്മണൻ എന്ന്, അല്ലെങ്കിൽ അനന്തത, ദ ഇൻഫിനിറ്റീവ് ഫോഴ്സ് ബിഹൈൻഡ് എവറി ഹ്യൂമൻ കോൺഷ്യസ്നെസ് ആണ് ലക്ഷ്മണൻ എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ശക്തി ചൈതന്യത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ ശക്തി ചൈതന്യത്തിന് ജീവാത്മാവ് ഉപദേശിക്കുകയാണ്. നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതായത് ഈ കാണുന്ന ലക്ഷ്മണൻ ആയ അസ്തിത്വം മാത്രമല്ല, അതായത് ഈ ജീവിതത്തിൽ മാത്രമല്ല, നിന്റെ അസ്തിത്വത്തിന് പിന്നിലെ, നിന്റെ എക്സിസ്റ്റൻസിന്, നിന്റെ സ്വത്വത്തിന് പിന്നിലെ തത്വവും എനിക്ക് നന്നായി അറിയാം. നീ എൻ്റെ സന്തത സഹചാരിയാണെന്ന നിലയിൽ. കാരണം ജീവാത്മാവിന് ശരീരത്തിൽ വസിക്കണമെങ്കിൽ നിർബന്ധം അന്ധകരണങ്ങളില്ലാതെ, മനോബുദ്ധ്യഹങ്കാരങ്ങളില്ലാതെ ഈ പ്രകൃതിയുമായി ഇടപെടാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മനോബുദ്ധ്യഹങ്കാരങ്ങളിൽ ബുദ്ധിയാണ് നീ ലക്ഷ്മണൻ, അല്ലേ? എൻ്റെ ലക്ഷ്യം, അല്ലേ? ഒരു ജീവാത്മാവിനെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന വിവേചന ശക്തി പകർന്നുകൊണ്ടുള്ള ആ ആത്മാവിനെ സന്തത സഹചാരിയായി നയിക്കുന്ന ആളാണ് നീ എന്നെനിക്ക് നന്നായിട്ടറിയാം. നോക്കൂ, ഇങ്ങനെയാണ് നമ്മൾ ആ ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ശരീരത്തിൻ്റെ അകത്ത് 10 ഇന്ദ്രിയങ്ങളും, അതുപോലെ അതായത് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, അത് പഞ്ചഭൂതാത്മകമായ ശരീരം, അതിൻ്റെ അകത്ത് 5 തന്മാത്രകൾ ഒക്കെ ഈ ഇത്രയും അസ്തിത്വത്തിൽ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആ ജീവാത്മാവിന് ഈ പ്രകൃതി അനുഭവിക്കണമെങ്കിൽ അന്ധകരണം കൂടെ, ഈ ബാഹ്യ ശരീരത്തിന് അകത്ത് അന്ധകരണങ്ങൾ, മനോബുദ്ധ്യഹങ്കാര ചിത്തം. അപ്പോൾ ഈ മനോബുദ്ധ്യഹങ്കാര ചിത്തത്തിൽ ബുദ്ധിയാണ് നീ. കാരണം ബുദ്ധി ഇല്ലെങ്കിൽ വിവേചന ശക്തി ഉണ്ടാവില്ല. ആത്മാവോ അല്ലെങ്കിൽ ഞാനോ നിങ്ങളോ ബുദ്ധിയില്ലാതെ ഈ ലോകത്ത് നമുക്ക് ആളുകളെ തിരിച്ചറിയാൻ പോലും, വിവേചനം, നല്ലതേത്, രാത്രിയേത്, പകലേത്, സത്യമേത്, അസത്യമേത് എന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ വിവേചന ശക്തി വേണം നമുക്ക്. ആ വിവേചന ശക്തി ബുദ്ധിക്ക് പകർന്നു നൽകുന്ന ആളാണ് യഥാർത്ഥത്തിൽ ലക്ഷ്മണ ചൈതന്യം. ആ ബുദ്ധിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പം നീ ആരാണ് എന്ന് വളരെ നന്നായി എനിക്കറിയാം. നിനക്ക് എന്നോടുള്ള സ്നേഹം സമാനതകളില്ലാത്തതാണ്. നിനക്കിഷ്ടമുള്ളതെല്ലാം നേടാൻ കഴിയുന്ന ശക്തിമത്തായ അസ്തിത്വമാണ് നീ. ഈ രാജ്യം, നമ്മുടെ ഈ ശരീരങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന സമ്പത്ത്, ഇതൊക്കെ നമ്മൾ ദൃശ്യമാണെങ്കിലും, അതായത് ഇന്ദ്രിയങ്ങളിലൂടെ ഇതൊക്കെ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും ശാശ്വതമല്ല, യാഥാർത്ഥ്യമല്ല. ഈ ലോകത്ത് നമ്മുടെ ആസ്വാദനങ്ങളുടെ എല്ലാ അനുഭവങ്ങളും, ഓൾ എക്സ്പീരിയൻസസ്, ആ എല്ലാ എക്സ്പീരിയൻസസും ക്ഷണികമാണ്. അതായത് വളരെ ചെറിയ സമയത്തേക്ക് മാത്രം ജീവിതത്തിൽ നിലനിൽക്കുന്നതാണ്, ചഞ്ചലവുമാണ്, സദാ ചലിച്ചുകൊണ്ടിരിക്കും. ഒരു സ്ഥലത്ത് നിൽക്കുന്ന അവസ്ഥയിലല്ല ഈ അനുഭവങ്ങളൊക്കെ, ചഞ്ചലവുമാണെന്ന് ശ്രീരാമൻ പറയുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ആയുസ് എന്നുള്ളത്, മനുഷ്യ ജീവിതം പോലും വളരെ ഈ പ്രപഞ്ചത്തിൻ്റെ യുഗാബ്ദങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ, പ്രപഞ്ചത്തിൻ്റെ കാലക്രമവുമായി താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യ ജീവിതം വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രമാണെന്ന്. കാരണം അതങ്ങനെയാണ്. കാലദേശത്തിൻ്റെ, നമ്മൾ അറിയാം, ഭൂമിയിൽ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളും കാലദേശങ്ങൾക്ക് അകത്താണ് വർത്തിക്കുന്നത്. ഇപ്പം മനുഷ്യർ ശരാശരി വേദങ്ങൾ 100 വയസ്സ് ആയുസ് പറയുന്ന സമയത്ത് ഇതേ മനുഷ്യൻ്റെ ശരീരത്തിൽ കുടികൊള്ളുന്ന ബാക്ടീരിയകൾ ക്ഷണനേരത്തുള്ളതായിരിക്കും. അവയുടെയൊക്കെ ആയുസ് ക്ഷണനേരമാണ്. അപ്പോൾ ബാക്ടീരിയകൾ മനുഷ്യൻ്റെ കാലം താരതമ്യം ചെയ്താൽ, മനുഷ്യൻ്റെ ആയുസ്സിനെ താരതമ്യം ചെയ്താൽ വലിയൊരു അന്തരം കാണാം. നമ്മളിപ്പോൾ കൽപ്പങ്ങളും യുഗങ്ങളുടെയൊക്കെ കണക്ക് പറയുമ്പോൾ നമ്മളൊക്കെ ഇതൊക്കെ പൊട്ടക്കണക്കല്ലേ? കാരണം എങ്ങനെയാണ് ഇത്രയും വർഷത്തെ കണക്കൊക്കെ ഇവർക്ക് പറയാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ, ആ ബ്രഹ്മകൽപ്പത്തെ കുറിച്ചിട്ടുള്ള ഒരു ഏകദേശ ധാരണയാണ് സമയത്തിൻ്റെ, അല്ലെങ്കിൽ കാലത്തിൻ്റെ ക്രമം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാരണം ഇതേ പ്രപഞ്ചത്തിൽ ഉറുമ്പിനുള്ള ഒരു ആയുസ്സല്ല, അല്ലെങ്കിൽ ഒരു ശ്വാനൻ അല്ലെങ്കിൽ ഒരു പട്ടിക്കുള്ള ആയുസ്സല്ല ഒരു മനുഷ്യൻ, അതിനുള്ള ആയുസ്സല്ല മറ്റു വർഗ്ഗങ്ങൾക്ക്. അതിൻ്റെയും ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന കൂർമ്മം അല്ലെങ്കിൽ ആമവർഗത്തിന് നമ്മളെക്കാൾ ആയുസ്സുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഓരോന്നിൻ്റെ കാലഗണന അല്ലെങ്കിൽ കാലത്തിൻ്റെ പ്രഭാവം ഓരോ ജീവജാലത്തിലും വ്യത്യസ്തമാണ്. അപ്പോൾ ഒരു ജീവജാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു ജീവജാലത്തെ താരതമ്യം ചെയ്ത് നോക്കിയാൽ, ഇപ്പോൾ ഒരു ബാക്ടീരിയയെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വൈറസിനെ സംബന്ധിച്ചിട്ട് അതിൻ്റെ കാലഗണനയും അതിൻ്റെ ആയുസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആമയുടെ ആയുസിനെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പറയുന്ന പോലെ കലിയുഗം, ത്രേതായുഗം, ദ്വാപരം എന്നൊക്കെ പറയുന്ന അത്രയും വലിയ വർഷങ്ങളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം ഇവിടെ വീണ്ടും തുടരുകയാണ് ശ്രീരാമൻ. പാമ്പിൻ്റെ പല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുമ്പോഴും നാവ് നീട്ടിക്കൊണ്ട് ഭക്ഷണത്തിനായി കേഴുന്ന ഒരു തവളയെ പോലെയാണ് നാം പെരുമാറുന്നത്. കാരണം പാമ്പിൻ്റെ പല്ലുകൾ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുക, എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് തൻ്റെ ഭക്ഷണത്തിന് വേണ്ടി നാവുകൾ കൊണ്ട് ഇങ്ങനെ കൊതിക്കുന്ന
ഒരു തവളയെ പോലെയാണ് നാം പെരുമാറുന്നത്. ഇത് വളരെ രസകരമായ ഒരു ആലങ്കാരികതയാണ്. കാരണം എന്താ? ജീവിതത്തിൻ്റെ ആസ്വാദനം ക്ഷണികവും കാലത്തിൻ്റെ മന്ത്രണത്തിന് കീഴിലുമാണ്. കാലം എന്ന ആ യവനികയ്ക്ക് ഉള്ളിലാണ്. ഈ പറയുന്ന ജീവിതത്തിൻ്റെ ആസ്വാദനം വളരെ ക്ഷണികവും കാലത്തിൻ്റെ മന്ത്രണത്തിന് കീഴിലുമാണ്. ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ജീവിതം അല്ലെങ്കിൽ കുടുംബജീവിതം സമയത്തിൻ്റെ കാരുണ്യത്തിൽ വളരെ പരിമിതമായ പരിധിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ ജീവിതത്തിൽ വഴിയരികിലെ ഒരു സത്രത്തിൽ അപരിചിതരെ പോലെ കണ്ടുമുട്ടുന്ന സഞ്ചാരികളെ പോലെയാണ് നാം നിരവധി ആളുകളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്. വലിയ തത്വമാണ് ശ്രീരാമൻ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം പാമ്പിൻ്റെ പല്ലുകൾക്കിടയിൽ അല്ലെങ്കിൽ പാമ്പിൻ്റെ വായിലോ പല്ലിലോ കുടുങ്ങിക്കിടക്കുക അതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ്. ആ സമയത്തും നമ്മൾ നാവ് നീട്ടിക്കൊണ്ട് ഭക്ഷണത്തിനായി കൊതിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാലദേശത്തിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. മായാപ്രപഞ്ചത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഉള്ളത്. ഈ പാമ്പിൻ്റെ ഈ അനന്തതയാകുന്ന ഈ ചക്രത്തിൻ്റെ പാമ്പിനെ അനന്തതയായി പറഞ്ഞാലും ദംഷ്ട്ര കൊണ്ടത് പിടിച്ചാൽ അതിൻ്റെ അർത്ഥം ആയുസിൻ്റെ ക്ലച്ചസിലാണ് ഞാനുള്ളത്. ആ ആയുസിൻ്റെ ക്ലച്ചസിൽ ഞാൻ ഇരിക്കുന്ന സമയത്തും ഞാൻ ഈ പറയുന്ന പ്രകൃതിയിലെ എല്ലാ വിഭവങ്ങളുടെയും പിന്നാലെയാണ്, ആഹാരത്തിൻ്റെ പിന്നാലെയാണ്. അതാണ് ആഹാരത്തിനായി കേഴുന്ന തവളയെ പോലെ ഞാനും നിങ്ങളും അറിയാം. നമ്മൾ ഈ വാരി കൂട്ടുന്നതോ സമ്പാദിച്ച് കൂട്ടുന്നതോ ആയ സാധനങ്ങളൊക്കെ ഈ പറയുന്ന അനന്തതയാകുന്ന പാമ്പിൻ്റെ ക്ലച്ചസിലാണ് ഉള്ളത്. ക്ലച്ചസ് എന്ന് പറയാൻ പാടില്ല, പല്ലിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. ആ പല്ലില് അതിനെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. കാരണം ഇത് അനന്തതയല്ല, പ്രകൃതിയിൽ അതിന് ഒരു കാലമുണ്ട്, ആയുസ്സുണ്ട്. നമ്മൾ ആ ആയുസ് ഒടുങ്ങി പോകുന്ന സമയത്ത് ഈ വാരി കൂട്ടിയതൊക്കെ ഇവിടെ തന്നെ ഇരിക്കും. കാരണം എന്താ? പ്രകൃതിയിലുള്ളത് അനന്തതയാണ്. അതാണ് പാമ്പിൻ്റെ വായിൽ കുടുങ്ങിക്കിടക്കുക. പാമ്പ് എന്നുള്ളത് ഇൻഫിനിറ്റി സൈനാണ്. കാരണം എന്താ? വിഷ്ണു ഭഗവാൻ ശയിക്കുന്നത് അനന്തൻ്റെ മുകളിലാണ്. അതാണ് ശ്രീരാമ അവതാരത്തിൽ ലക്ഷ്മണനെ അനന്തതയിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ അനന്തതയാകുന്ന പ്രപഞ്ചത്തിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന സമയത്തും ഇതൊന്നും മനസ്സിലാക്കാതെ പ്രപഞ്ചത്തിൽ നമ്മൾക്ക് കിട്ടുന്ന ഭോഗങ്ങളിലാണ് നമ്മൾക്ക് കൊതി. അതുപോലെ തന്നെ ഇതൊക്കെ ആസ്വദിക്കുന്ന സമയവും ഈ പ്രപഞ്ചത്തിൽ ഇതൊക്കെ ആ തവള ആസ്വദിക്കുന്ന പോലെ നമ്മൾ ആസ്വദിക്കുന്ന സമയത്തും ഇതൊക്കെ ക്ഷണികമാണ്. ഇത് കാലത്തിൻ്റെ മന്ത്രണത്തിന് കീഴിലാണ്. നമ്മൾ കുടുംബജീവിതം നയിക്കുമ്പോൾ ഭാര്യയും കുട്ടികളും ഒത്തുള്ള നമ്മുടെ കുടുംബജീവിതം നയിക്കുമ്പോൾ പോലും ആ ജീവിതത്തിൻ്റെ സുഖസന്തോഷങ്ങൾ ഒരു പ്രത്യേക സമയത്തേക്ക് അതിൻ്റെ കാരുണ്യം കൊണ്ട് കാലൻ്റെ കാരുണ്യത്തിൻ്റെ പരിമിതമായിട്ടാണ് അതൊക്കെ ഉള്ളത്. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന പലരും പോലും എങ്ങനെയാണെന്ന് പറയുന്നത് ശ്രീരാമൻ ഒരു സത്രത്തിൽ ചെന്നെത്തുമ്പോൾ അപരിചിതരെ കണ്ടുമുട്ടുന്ന സഞ്ചാരികളെ പോലെയാണ് നാം ജീവിതത്തിൽ പല ആളുകളും നമ്മുടെ ജീവിതത്തിൽ വരുന്നു. നദീജലം വഹിക്കുന്ന ചെറിയ വസ്തുക്കൾ പോലെ ഈ കൂടിക്കാഴ്ചകൾ പ്രവചനാതീതവും ക്ഷണികവുമാണ്. കാരണം ഒരു നദിയുടെ ഒഴുക്കിൽ ആ നദി വഹിച്ചു കൊണ്ടുപോകുന്ന ഒരു തടിക്കഷ്ണം, ആ തടിക്കഷ്ണം അല്ലെങ്കിൽ ഏത് വസ്തുവും അത് എവിടെ വരെ പോകും, എങ്ങനെ എത്തും, അത് എന്തായി തീരുമെന്ന് ആർക്കും പ്രവചിക്കാൻ വേണ്ടി സാധിക്കാത്തത് പോലെയാണ്. കാലത്തിൻ്റെ ഒഴുക്കിനെയാണ് ഇവിടെ പറയുന്നത്. പ്രവചനാതീതമാണ്, ക്ഷണികവുമാണ്. നമ്മുടെ സമ്പത്തും ആരോഗ്യവും ദീർഘകാലം നിലനിൽക്കുന്നതല്ല. ദാമ്പത്യ ജീവിതത്തിൽ നാം ആസ്വദിക്കുന്ന ആനന്ദം ഒരു സ്വപ്നം പോലെയാണെന്നാണ് പറയുന്നത്. അത് ഹ്രസ്വകാലമാണ്. നമ്മുടെ സ്വപ്നമൊക്കെ അങ്ങനെയാണല്ലോ. നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് നമ്മൾക്ക് കാലദേശ ബോധമില്ല. കാരണം എന്താ? കാലദേശം ഓണാവുന്നത് എപ്പോഴാണ്? നമ്മുടെ ബോധം ഉണരുമ്പോഴാണ്. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉറങ്ങുന്ന സമയത്തെക്കുറിച്ചുള്ള ആശങ്കയോ സങ്കല്പമോ സമയം എന്തായി എന്നുള്ള ചിന്ത പോലും നമ്മളെ അലട്ടില്ല. കാരണം നമ്മൾ ആ സമയത്ത് മനസ്സ് ലയിച്ചിരിക്കുന്നത് തുരീയമായ ബോധാവസ്ഥയിലാണ്. ദീർഘമായ സുഷുപ്തി അവസ്ഥയിൽ നമ്മൾ 4-ാം ഭാവത്തിലേക്ക് കടക്കും. ജാഗ്രത സ്വപ്ന സുഷുപ്തിയിൽ നിന്ന് തുരീയ ഭാവത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ കാലദേശ സങ്കല്പങ്ങളില്ല. കാരണം അത് ബ്രഹ്മാവസ്ഥയാണ്. ആ ബ്രഹ്മാവസ്ഥയിൽ നമുക്ക് കാലദേശ സങ്കല്പം ഇല്ല ഉറക്കിൻ്റെ ആഴത്തിൽ. പക്ഷെ എപ്പോഴാണോ ബോധത്തിലേക്ക് തിരിച്ചു വരുന്നത്, പ്രകൃതിയിലേക്ക് തിരിച്ചു വരുന്ന ഉടനെ നമ്മൾക്ക് കാലദേശ സങ്കല്പം ഉണ്ടാവും. അവിടെ മുതൽ നമ്മൾ സമയക്രമത്തിൻ്റെ ഭാഗമാവും. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന പ്രവചനാതീതവും ക്ഷണികവുമാണ്. നമ്മുടെ സമ്പത്തും ആരോഗ്യവും ദീർഘകാലം നിലനിൽക്കുന്നതല്ല. ദാമ്പത്യ ജീവിതത്തിൽ നാം ആസ്വദിക്കുന്ന ആനന്ദം ഒരു സ്വപ്നം പോലെയാണ്. അത് വളരെ ഹ്രസ്വകാലമാണ്. നമ്മുടെ ആയുസ് തന്നെ വളരെ ചെറുതാണ്. ആകാശത്തിലെ ഒരു സാങ്കല്പിക നഗരം പോലെ ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം ഒരു സ്വപ്നം പോലെയാണെന്ന് ദയവായി നീ മനസ്സിലാക്കണം. സൂര്യോദയവും സൂര്യാസ്തമയവും സംഭവിക്കുന്നു. ആളുകൾ ഉറങ്ങാൻ പോയി
അടുത്ത ദിവസം രാവിലെ ഒരു ഘടികാരത്തെ എന്ന പോലെ എഴുന്നേൽക്കുന്നു. മനുഷ്യർ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ അവരുടെ ജീവിതം അതിവേഗം നമ്മൾ മരണമാകുന്ന ആ നിത്യസത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയുന്നതേയില്ല. മായയിൽ നാം പൂർണ്ണമായി മുഴുകിയിരിക്കുമ്പോൾ, പ്രായമാകുമ്പോഴും ക്ഷീണിതരായിരിക്കുമ്പോഴും ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ആനന്ദങ്ങൾക്കായി നാം കൊതിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ മരണത്തിലേക്കാണ് ഓരോ നിമിഷവും ഞാൻ പിച്ച വെച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. മായയുടെ ഈ മായാപ്രപഞ്ചത്തിൽ നാം പൂർണ്ണമായി മുഴുകിയിരിക്കുന്നതായതുകൊണ്ട് തന്നെ പ്രായമാകുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ രോഗാവസ്ഥയിലും വയ്യാവസ്ഥയിലും ഒക്കെ ആയാൽ പോലും ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ആനന്ദങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊതിച്ചു കൊണ്ടേയിരിക്കും. നമ്മളിൽ മിക്കവാറും അല്ലെങ്കിൽ നമ്മൾ മിക്ക ആൾക്കാരും ആ ആഗ്രഹങ്ങൾ തൃപ്തിപ്പെടാതെ മരിക്കുന്നു. മരണം നമ്മുടെ എല്ലാം സ്ഥിരമായ പങ്കാളിയാണ്, അല്ലേ? മരണം രംഗബോധമില്ലാത്ത കോമാളിയാണെന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ? അതുപോലെ ഇപ്പം രോഗങ്ങളും വാർദ്ധക്യവും നമ്മുടെ ശരീരത്തെ വളരെയധികം ബാധിക്കും. പക്ഷെ അത് നമ്മെ എന്നേക്കുമായി സേവിക്കാൻ വേണ്ടിയാണെന്ന മട്ടിൽ നാം അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? രോഗങ്ങളും വാർദ്ധക്യവും നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നു. പക്ഷെ അത് നമ്മെ എന്നേക്കുമായി സേവിക്കാൻ വേണ്ടിയാണെന്ന മട്ടിൽ നാം അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ എന്തിനോട്? ശരീരത്തോടും. കാരണം ശരീരം ചിരഞ്ജീവിത്വം വഹിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഇതേ ശരീരത്തെ നമ്മളുടെ രോഗങ്ങളും വാർദ്ധക്യവും ബാധിക്കുന്നുണ്ട് എന്ന് നാം പലപ്പോഴും മറന്നു പോകുന്നു. അത് എന്നേക്കുമായി നമ്മളെ സേവിക്കാൻ, നമ്മളാകുന്ന ആത്മാവിനെ സേവിക്കാൻ ഈ ശരീരം ഉണ്ടാകുന്നതാണ് നമ്മുടെ ധാരണ. അങ്ങനെ ഒരിക്കൽ മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം, അല്ലെങ്കിൽ ഒരിക്കൽ മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിനോട് ഈ ശരീരം കീടങ്ങൾ തിന്നുകയും, അപ്പോൾ നോക്കൂ, നമ്മുടെ മരണാനന്തരം നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണ്? കീടങ്ങൾ തിന്നുകയും പിന്നെയോ അഴുകുകയും മണ്ണിൽ ലയിക്കുകയും ചെയ്യുമെന്ന് ചിന്തിക്കാതെ നമ്മൾ സ്വയം ഒരു പുരുഷൻ, ഞാനൊരു സ്ത്രീ, ഞാനൊരു ബ്രാഹ്മണനാണ്, ഞാൻ രാജാവാണ്, അങ്ങനെ പല പല അഭിമാനങ്ങൾ അല്ലെങ്കിൽ പല പല സ്വയം ഭാവത്തെ പ്രഖ്യാപിക്കുന്നു. അത് നമ്മളുടെ ശരീരബോധം കൊണ്ടാണ് നമ്മളിങ്ങനെ പ്രഖ്യാപിക്കുന്നത്. കാരണം ഇതൊക്കെ അഴുകുന്നതാണ്, കീടങ്ങൾക്ക് ഭക്ഷണമാകേണ്ടതാണ് എന്നുള്ള ധാരണയില്ലാതെയാണ് ഞാൻ എന്നുള്ള ആ ഭാവത്തിൽ ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അറിയേണ്ടത്, ഈ ഘട്ടത്തിൽ നമ്മളെ ഇങ്ങനെ പെരുമാറാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അത് ശരീരബോധമാണ്. യഥാർത്ഥത്തിൽ ഞാൻ ശരീരമാണോ? അല്ല. മനസ്സാണോ? അല്ല. അതാണ് മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം നച ശ്രോത്രനേത്രേ, അല്ലേ? ശങ്കരാചാര്യ സ്വാമികളുടെ കൃതി ഓർക്കുക. ഞാൻ ശരീരമല്ല, മനസ്സ് പോലുമല്ല. അപ്പം ഞാൻ ശരീരമാണ് എന്ന തോന്നൽ മായയുടെ ശക്തിയിലൂടെ പ്രകടിപ്പിക്കുന്ന അജ്ഞതയാണ്, അവിദ്യ എന്നിവയാണ്. അജ്ഞതയെ നശിപ്പിക്കുന്ന യഥാർത്ഥ അറിവാണ് വിദ്യ. ആ വിദ്യ കൊണ്ട് നമ്മൾക്ക് എന്താണ് നേട്ടം? കാമക്രോധ ലോപമോഹ മതമാത്സല്യാദി ഷഡ്രിപുക്കളെ എപ്പോഴും സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നതാണ് ഈ 6 ആൾക്കാർ. ആരൊക്കെയാ? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. ഈ 6 ശത്രുക്കളെ അതാണ് ഷഡ്രിപുക്കൾ എന്ന് വിളിക്കുന്നത്. ഈ യഥാർത്ഥ ആത്മാവിൻ്റെ സ്വഭാവം, ഞാൻ ആരാണെന്നുള്ള സ്വഭാവം അറിയുന്നതിൽ നിന്നും എന്നെ തടയുന്ന 6 ശത്രുക്കൾ നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള, മോക്ഷത്തിലേക്കുള്ള പാതയിലെ പ്രധാന തടസ്സങ്ങളാണ്. അവയിൽ ക്രോധമാണ് ഏറ്റവും പ്രശ്നമായിട്ടുള്ളത്. കോപത്തിന് വഴങ്ങുന്ന മനുഷ്യൻ തൻ്റെ ബന്ധുക്കളെ പോലും കൊന്നൊടുക്കും. ഇവിടെ അങ്ങനെയാണ് ലക്ഷ്മണൻ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? രാജാവിനെ പിടിച്ചു കെട്ടി തടങ്കിൽ അടയ്ക്കണം, അദ്ദേഹത്തിന് വാർദ്ധക്യമായി. സ്വന്തം പിതാവിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സ്വന്തം ബന്ധുക്കളെ പോലും കോപത്തിന് വഴങ്ങുന്ന ഒരു മനുഷ്യൻ കൊന്നേക്കാം. പക്ഷെ പിന്നീട് പശ്ചാത്തപിക്കാം, അല്ലേ? പശ്ചാത്തപിച്ചേക്കാം അദ്ദേഹം. ഇപ്പം രാജാക്കന്മാർക്ക് പോലും അവർ ഈ നശ്വരമായ ലോകത്തിൽ ബന്ധിക്കപ്പെടുന്നതിന് കാരണം കോപമാണ്. കോപം നമ്മുടെ ജീവിതത്തിലെ ധാർമ്മിക മൂല്യങ്ങളുടെ തകർച്ചയ്ക്ക് സഹായിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. അപ്പം നിങ്ങളെയും എൻ്റെയും ജീവിതത്തിൽ നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ ച്യുതി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് കോപമായിരിക്കും. ഇപ്പോൾ വാൽമീകി രാമായണത്തിൽ, അല്ലെങ്കിൽ വാൽമീകി രാമായണം നമ്മൾക്ക് നേരെ പിടിച്ചിരിക്കുന്ന ഒരു കണ്ണാടിയാണ്. അതിലെ പല കഥാപാത്രങ്ങളും നമ്മളെ തന്നെ നോക്കി കാണുവാൻ സഹായിക്കുന്ന കണ്ണാടി പോലെയാണ്.
ഇവിടെ കോപം വേഷപ്രച്ഛന്നമായ മരണമാണെന്നാണ് പറയുക. യഥാർത്ഥത്തിൽ കോപം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ മരണത്തിനെ ആക്കം കൂട്ടുന്ന, വേഷപ്രച്ഛന്നമായി മരണത്തെ പുൽകാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതെന്ന് പറയാൻ പാടില്ല, നമ്മളെ തള്ളിവിടുന്നതാണ് വേഷപ്രച്ഛന്നതയിൽ വന്ന്. അതിൽ നിന്ന് മുക്തി നേടണം. സമാധാനമാണ് എപ്പോഴും അഭികാമ്യം. കാരണം സമാധാനം എല്ലാവർക്കും ആശ്വാസം നൽകുന്ന സമയത്ത് കോപം അതിൻ്റെ നേർ വിപരീത അവസ്ഥ നൽകുന്നു. ശരീരത്തിനും മനസ്സിനും അപ്പുറം നമ്മുടെ അസ്തിത്വത്തിൻ്റെ ആത്മീയ സത്തയായ ആത്മാവുണ്ട്. അപ്പോൾ ശരീരവും മനസ്സിനും അപ്പുറത്ത് യഥാർത്ഥ ഞാൻ ഇരിക്കുന്നു. അതാരാ? ആത്മാവാണ്. ആ ആത്മാവ് ഒരു മാറ്റങ്ങളാലും, കാമക്രോധ ലോഭമോഹ മതമാത്സര്യാദി സ്വാധീനങ്ങളാൽ പെട്ട് ഒരു മാറ്റങ്ങളാലും അത് ബാധിക്കപ്പെടുന്നേയില്ല. അത് ഒരു രണ്ടാമത്തേതല്ലാത്ത ഒന്നാണ്. അതായത് അത് ആത്യന്തികമായതാണ്. അതിന് പകരം വെക്കാൻ വേറൊന്നുമില്ല എന്നാണ് അർത്ഥം. എല്ലാത്തിനും പിന്നിലെ കാരണവും ഒന്നിൻ്റെയും സ്വാധീനമില്ലാത്ത ഒരു സാക്ഷീഭാവത്തിൽ നിൽക്കുന്ന ആളിനെയാണ് ആത്മാവ് എന്ന് വിളിക്കുന്നത്. അതായത് ആത്മാവിന് ഒന്നിനോടും അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ല. ശരീരത്തോടോ വാസനകളോടോ പ്രകൃതത്തോടോ ഒന്നിനോടും അറ്റാച്ച്മെൻ്റ് ഉണ്ടാവില്ല. അതൊരു തുരീയ ഭാവത്തിൽ, ഒരു സാക്ഷിയെ പോലെ. കാരണം ഒരു സിനിമ കാണുന്ന ഒരു പ്രേക്ഷകനെ പോലെയാണത്. കാരണം പ്രേക്ഷകന് ആ കാണുന്ന സമയത്ത് അതിലുള്ള വികാരങ്ങൾ അനുഭവിക്കും എന്നല്ലാതെ ആ പറയുന്ന സംഭവമായിട്ടോ ആ സിനിമയാകുന്ന ആ പ്രവണതയായിട്ടോ അദ്ദേഹത്തിന് ഒരു ബന്ധവും ഉണ്ടാവില്ല. ഒരു സാക്ഷീഭാവത്തിൽ നിൽക്കും. ഒരു ശരീരമുള്ള ജീവി എന്ന നിലയിൽ നമ്മുടെ കർമ്മവും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സഹജമായ പ്രവണതകളും നിർണയിക്കുന്ന നല്ലതും ചീത്തയും വേദനവും ആനന്ദവും പോലുള്ള വിപരീതമായ ജോഡികളുടെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക. അതായത് ജീവിതം എപ്പോഴും ദ്വന്ദ്വതയാണ്. ഇതാണ് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു സത്യം. ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്ന ആ തത്വം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന തത്വമാണ്. കാരണം പ്രകൃതിയിൽ തന്നെ നോക്കിയാൽ സൂര്യൻ ഉദിക്കുന്ന സമയം പ്രഭാതം, നല്ല വെളിച്ചവും എല്ലാ തേജസ്സും ഉണ്ടാവുന്ന സമയത്ത് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ക്രിയാത്മകമാകുന്നു. പക്ഷെ അതേ പ്രപഞ്ചം സൂര്യൻ്റെ അഭാവത്തിൽ രാത്രി എന്ന പ്രതിഭാസത്തിലേക്ക് പോകുമ്പോൾ രാവിലെ ഉണർന്നിരുന്ന അതേ എല്ലാ ജീവജാലങ്ങളും സ്വയം മയക്കത്തിലേക്ക് പോകുന്നു. പക്ഷെ ജീവജാലങ്ങൾ ഇത് മനസ്സിലാക്കുന്നു, പ്രകൃതിയിലെ എല്ലാ അസ്തിത്വങ്ങളും മനസ്സിലാക്കുന്നു. രാത്രി എന്നുള്ളത് ഒരു ദിനത്തിൻ്റെ, ഒരു ദിവസത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത പകുതിയാണ്. കാരണം രാവും പകലും ചേരുന്ന സമയത്താണ് ഒരു ദിവസം പൂർത്തിയാകുന്നത്. കാരണം ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് അവയ്ക്ക് ആവശ്യമുള്ള പ്രാപഞ്ചികമായ ഊർജം, അവരുടെ ചിത്തം പരിപൂർണമാകുന്നതിനുള്ള സമയമാണ് ആ വിശ്രമം. ആ വിശ്രമത്തിലാണ് പ്രാപഞ്ചികമായ ചൈതന്യവുമായിട്ട് അവർ മേളിച്ചിരിക്കുന്നത്. ആ മേളനത്തെ തുടർന്നാണ് പിറ്റേന്നത്തുള്ള പ്രഭാതത്തിൽ അവർക്ക് ലഭിക്കുന്ന ഊർജ വർധനവ് അല്ലെങ്കിൽ ചൈതന്യ വർധനവൊക്കെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെയാണ് സുഖവും ദുഃഖവും. അതുപോലെ തന്നെയാണ് ശാസ്ത്രം പറയുന്ന നെഗറ്റീവും പോസിറ്റീവും. ഒരു വൈദ്യുതി പ്രവഹിക്കണമെങ്കിൽ പോലും അവിടെ നെഗറ്റീവും പോസിറ്റീവും എന്നുള്ള വിപരീതത വേണം. ഇനി ഒരു അണക്കെട്ടിൽ നിന്ന് ജലം പ്രവഹിക്കണമെങ്കിൽ തന്നെ ഉയർച്ച താഴ്ച എന്നുള്ള അവസ്ഥകൾ ഉണ്ടാവണം. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ നോക്കിയ പ്രപഞ്ചത്തിൽ മുഴുവനും ഈ ഡ്വാലിറ്റി, ദ്വന്ദ്വത കാണാം. അപ്പോൾ ഈ ദ്വന്ദ്വതയിലൂടെ കടന്നു പോവേണ്ടതാണ് നമ്മൾ എല്ലാവരും, ശരീരമുള്ള ഒരു ജീവി എന്ന അവസ്ഥയിലും. ഇപ്പോൾ പ്രവൃത്തികൾ ചെയ്യാൻ നമുക്ക് അവയവങ്ങളുണ്ട്. പക്ഷേ ആ പ്രവൃത്തികളുടെ ഫലങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല. അതിനാൽ നാം ഏറ്റെടുക്കുന്ന പ്രവൃത്തിയെക്കുറിച്ച് ആഗ്രഹിക്കുന്നതിൽ, അല്ലെങ്കിൽ ആ പ്രവൃത്തിയുടെ അനന്തര ഫലത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നതിൽ അർത്ഥമില്ല. അതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടാതെ നമ്മുടെ കർത്തവ്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ അഹങ്കാരവും കോപവും ഉപേക്ഷിച്ച് നിങ്ങളുടെ കടമകളിൽ ഏർപ്പെടുക. ശ്രീരാമൻ പിന്നീട് കൗസല്യയുടെ നേരെ, ഇത്രയുമാണ് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്ന ഉപദേശം. കാരണം ഇത് തന്നെയാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്, കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു കഥാചന. കാരണം കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾക്ക് അധികാരമുണ്ട്, സന്തോഷത്തോടെ അത് നിറവേറ്റുക. കർമ്മഫലങ്ങൾ എപ്പോഴും നമ്മുടെ അധീനതയിൽ ഉള്ളതല്ല, അത് ഒരുപാട് ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ചില സമയത്ത് നമ്മൾക്കത് നേരിട്ട് അനുഭവിക്കാൻ, ഈ ജന്മത്തിൽ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല, കർമ്മസഞ്ചയങ്ങൾ പ്രകാരം, കർമ്മസിദ്ധാന്തങ്ങൾ പ്രകാരം. അതിനാൽ തന്നെ ചിലപ്പോൾ നമ്മൾക്കത് കൃത്യമായി അതിൽ ഏർപ്പെടാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മൾ കർമ്മം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു, കർമ്മഫലങ്ങളിൽ വ്യാപൃതരാവാതിരിക്കുക.
അങ്ങനെ അദ്ദേഹം കൗസല്യ മാതാവിനോട് തിരിഞ്ഞ് കൗസല്യ മാതാവിനെയും ആശ്വസിപ്പിക്കുന്നു. എന്താ പറയുന്നത്? അമ്മേ, നിരാശപ്പെടരുത്. ദുഃഖമില്ലാതെ എൻ്റെ വാക്കുകൾ കേട്ടാലും നമ്മുടെ ശരീരത്തിലെ ഒരു ക്ലേശവും നമ്മുടെ ആത്മാവിനെ ബാധിക്കുന്നതല്ല. അത് താങ്കൾക്ക് നന്നായി അറിയാം. ഒരു കുടുംബത്തിൽ ഒരുമിച്ച് വളർന്ന എല്ലാവർക്കും ഒരേ സ്ഥലത്ത് മുഴുവൻ ജീവിതവും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ എന്ന് അമ്മയോട് ചോദിക്കുകയാണ്. എൻ്റെ 14 വർഷത്തെ പ്രവാസം ഞാൻ വേഗത്തിൽ പൂർത്തിയാക്കി അങ്ങയുടെ മടിയിലേക്ക് മടങ്ങി വരും. ദയവായി എന്നെ സന്തോഷത്തോടെ അനുഗ്രഹിക്കണമേ. എൻ്റെ പിതാവിൻ്റെ ആഗ്രഹം എന്തു തന്നെയായാലും താങ്കൾക്കും അത് എനിക്കും ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ അമ്മയുടെ അനുഗ്രഹത്താൽ ഞാൻ വളരെ സുഖകരമായി വനവാസ ജീവിതം നയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശ്രീരാമൻ അമ്മയുടെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. കൗസല്യ ദേവി അവനെ വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്ത് അവൻ്റെ നെറ്റിയിൽ ചുംബനങ്ങളാൽ അർച്ചന ചെയ്യുകയാണ്. കൂടുതൽ കണ്ണീര് പൊഴിച്ച് കാട്ടിലെ തൻ്റെ മകൻ്റെ ജീവിതത്തിൽ എല്ലാവിധ സംരക്ഷണവും നൽകണമെന്ന് അവൾ എല്ലാവിധ ദേവന്മാരോടും ദേവതകളോടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് വിശ്വവിഖ്യാതമായ പ്രാർത്ഥനയാണ്. ഒരു അമ്മ തൻ്റെ മകൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. വളരെ ഗംഭീരമാണത് വാൽമീകി രാമായണത്തിൽ. ഓ മഹാദേവ, സകല ദേവതകളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ മഹാദേവ, ഓ ബ്രഹ്മദേവ, ഓ ഭഗവാൻ വിഷ്ണുവേ, എല്ലാ ദിക്കുകളെയും പാലിക്കുന്ന അഷ്ടദിക്പാലകരെ, ദുർഗാദേവി, അവൻ ശാന്തമായി ഇരിക്കുമ്പോഴോ വേഗത്തിൽ ചലിക്കുമ്പോഴോ ശാന്തമായി ഉറങ്ങുന്ന സമയത്തോ ദയവായി അവൻ എപ്പോഴും സംരക്ഷണമായി കാവലായി നിങ്ങൾ എല്ലാവരും ഉണ്ടാവണേ. അവൻ വീണ്ടും അങ്ങനെ കൗസല്യാദേവി ആ പ്രാർത്ഥന പൂർത്തിയാക്കി ശ്രീരാമനെ അനുഗ്രഹിച്ച് വിട പറയുകയാണ്. ലക്ഷ്മണൻ വീണ്ടും ശ്രീരാമനോട് പറയുകയാണ്, എൻ്റെ കടമ എന്താണ് എന്നതിൽ ഇപ്പോൾ എനിക്ക് സംശയമേ ഇല്ല. കാട്ടിലേക്കുള്ള അങ്ങയുടെ യാത്രയിൽ ഞാൻ അങ്ങയുടെ സഹായിയായി ചേരും. അങ്ങയെ പിന്തുടരുന്നതിൽ നിന്ന് എന്നെ തടയുന്നതിനെക്കുറിച്ച് ദയവായി ചിന്തിക്കരുത്. കാരണം അതല്ലാതെ എൻ്റെ പോംവഴി തീർച്ചയായും ആത്മഹത്യ ചെയ്യുക എന്നതിൽ കുറഞ്ഞതൊന്നുമല്ല. അതുകൊണ്ട് രാമനോട് അദ്ദേഹം വളരെ ശ്രീരാമചന്ദ്ര ഭഗവാനോട് ലക്ഷ്മണൻ വളരെ അധികം സാമാന്യമായി പറയുകയാണ്. കാരണം ശ്രീരാമനെ അനുഗമിക്കുക എന്നത് ലക്ഷ്മണൻ്റെ ലക്ഷ്യമാണ്, അല്ലെങ്കിൽ ധർമ്മമാണ്, കടമയാണ്. അതുകൊണ്ട് തന്നെ ആ കടമ ചെയ്യാൻ എന്നെ അനുവദിക്കണം. ഇവിടെ നമ്മൾ ശരീര യോഗ ദർശനത്തിൽ നോക്കിയാൽ ഇതിൻ്റെ ഉത്തരം വളരെ കൃത്യമായി നമ്മൾക്ക് കിട്ടും. കാരണം എന്താ? ആത്മചൈതന്യത്തിന് ബോധം കൂട്ടില്ലെങ്കിൽ ആ യാത്ര സുഗമമാകില്ല. ബോധം പിരിഞ്ഞ് ഒരു വാസം ആത്മാവിന് ശരീരത്തിൽ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആത്മബോധവും ആത്മാവബോധവും യഥാർത്ഥ ബുദ്ധിയും ഒരുമിച്ചിട്ടില്ലെങ്കിൽ ആത്മാവിൻ്റെ ശരീരത്തിൽ വാസം വളരെ നിർണായകവും അല്ലെങ്കിൽ വളരെ ദുർഘടവുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ശ്രീരാമൻ സാക്ഷാൽ അനുജനായ ലക്ഷ്മണനെയും അതുപോലെ തന്നെ അമ്മയായ കൗസല്യയെയും ഉപദേശിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ ആശങ്കകളൊക്കെ മറികടക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. അപ്പം ഇവിടെ ഞാൻ ഈ പറയുന്നത് പോലെ ഈ കഥാസന്ദർഭങ്ങളിലൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ശരീരത്തിൻ്റെ ആന്തരികമായ ഈ അന്ധകരണ ശക്തികൾ വളരെ വ്യത്യസ്തമായി പെരുമാറുന്ന സമയത്ത് ശ്രീരാമൻ എങ്ങനെയാണ് അവയെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. കാരണം കൃത്യമായ ധാർമ്മിക ബോധത്തിൽ, അതായത് ധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അത് സത്യമാണ്, അത് ഋതമാണ്. ഋതം ച സത്യം എന്ന് നമ്മൾ പറയുന്ന പോലെ ആ സത്യത്തിൻ്റെ തത്വം ഉപയോഗിച്ച്, ആ സത്യത്തിൻ്റെ ദർശനം ഉപയോഗിച്ച് യഥാർത്ഥത്തിൽ എന്താണ് ജീവിതം, എന്താണ് ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ വാസം എങ്ങനെയാണെന്ന് അദ്ദേഹം വളരെ കാവ്യാത്മകമായിട്ടാണ് ഇവിടെ വാൽമീകി പറഞ്ഞത്, അല്ലേ? പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട ഒരു തവളയെ പോലെ എന്ന് പറയുന്ന സമയം, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ച്, ജീവാത്മാവ് അല്ലെങ്കിൽ ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും കാലദേശ സങ്കല്പങ്ങൾക്ക് അകത്താണ്, ഉള്ളിലാണ്. കാലദേശ സങ്കല്പങ്ങൾക്ക് അതീതമായതൊക്കെ ഈശ്വരീയമായ മാനുഷിക തലത്തിൽ നിന്ന് ഉയർന്ന അസ്തിത്വങ്ങളുടെ വാസസ്ഥലമാണ് എന്നാണ് നമ്മളെ യഥാർത്ഥത്തിൽ കാലദേശങ്ങൾ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് ശ്രീരാമൻ്റെ ലക്ഷ്മണനോടുള്ള സന്ദേശത്തിൽ. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നതാണ്, ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന
പല കഥാപാത്രങ്ങളും, അതായത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന അമ്മയായാലും അച്ഛനായാലും സഹോദരനായാലും സഹോദരിയായാലും സുഹൃത്തുക്കളായാലും കൂടെ ജോലി ചെയ്യുന്നവരായാലും സമൂഹത്തിൽ നിന്ന് പരിചയപ്പെടുന്നതായാലും ഒക്കെ നമ്മൾ ഒരു സത്രത്തിൽ നിന്ന് കണ്ടുമുട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരു വഴിവക്കിൽ വെച്ച് കണ്ടുമുട്ടുന്ന അപരിചിതരെ പോലെയാണ്. യാത്ര ചെയ്യുന്ന ആളുകൾ തമ്മിൽ അങ്ങനെയാണ്. കാരണം സഞ്ചാരികൾ എപ്പോഴും പല ആളുകളെയും കണ്ടുമുട്ടും, പക്ഷെ കണ്ടുമുട്ടിയ ആളുകളൊന്നും അറ്റാച്ച്ഡ് ആയിട്ട് ജീവിതകാലം മുഴുവനും അവർ കൊണ്ട് നടക്കാറില്ല. അപ്പോൾ അതുപോലെയാണ് ജീവിതത്തിലെ എല്ലാ ആളുകളും, അത് സ്വന്തം പിതാവായാലും സ്വന്തം മക്കളായാൽ പോലും സ്വന്തം ഭാര്യയോ ഭർത്താവോ ആയാൽ പോലും എല്ലാ കാലവും നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്നുള്ള പ്രകൃതി സത്യമാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്, വളരെ കാവ്യാത്മകമായിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസിഡൻസ് എന്തായാലും, അല്ല, നമ്മുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥാന്തരങ്ങളെയും അവസ്ഥാവിശേഷങ്ങളെയും കൂടെ അവിടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. നദീജലം വഹിക്കുന്ന വിവിധ വസ്തുക്കൾ പോലെ ഈ കൂടിക്കാഴ്ചകൾ പ്രവചനാതീതവും ക്ഷണികവുമാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ അവസ്ഥാവിശേഷങ്ങൾ പോലും ക്ഷണികമാണ്, കാലത്തിൻ്റെ സ്വാധീനത്താലാണ് നിലനിൽക്കുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം പറയുമ്പോഴും നമ്മുടെ മാനുഷികപരമായ ഏത് ജീവിത വ്യവസ്ഥയിലും നമ്മളുടെ ആ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആനന്ദ അവസ്ഥകൾ അതൊരു സ്വപ്നം പോലെയാണ്. കാരണം അത് വളരെ ഹ്രസ്വകാലമാണ്. ആനന്ദത്തെക്കുറിച്ച് മാത്രമാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ പറയുന്നതെങ്കിൽ പോലും നമ്മൾ ദുഃഖത്തിൻ്റെ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. കാരണം ദുഃഖമായാലും, നമ്മുടെ ജീവിതത്തിൽ ദുഃഖമായാൽ പോലും നമ്മൾക്ക് വളരെ ക്ഷണികമായിട്ടാണ് ഈ ദുഃഖം പോലും സംഭവിക്കുക. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ജീവിതത്തിലെ സുഖദുഃഖങ്ങൾ പോലും കാലത്തിൻ്റെ സ്വാധീന വലയത്താലാണ്. അപ്പം ജീവിതത്തിൽ ഇന്ന് സുഖമുണ്ടെങ്കിൽ ചിരഞ്ജീവിത്വം പോലെ ആ സുഖം എന്നും നിലനിൽക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. കാരണം അതും കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നമ്മളെ വിട്ടു പോയിക്കൊണ്ടിരിക്കാൻ സാധ്യതയുള്ളതാണ് എന്ന് അവിടെ പറയുന്നു. ഇനി നമ്മൾ ജീവിക്കുന്ന ലോകം ആകാശത്തിലെ ഒരു സാങ്കല്പികമായ നഗരം പോലെയാണെന്ന് പറയും, അല്ലേ? ഇവിടെ നമ്മളൊരു സ്വപ്നം പോലെ, ഒരു നഗരം പോലെയാണ് ജീവിക്കുക. സൂര്യോദയവും സൂര്യാസ്തമയവും സംഭവിക്കും ഇവിടെ. കാരണം പല ഉദയങ്ങളും പല റൈസും അവിടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതുപോലെ പല സെറ്റ്സും നമുക്കുണ്ടാവും, സൺസെറ്റ്സും നമുക്കുണ്ടാവും. ആളുകൾ എപ്പോഴും ചാക്രികമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു, അല്ലേ? ഒരു ദിവസം ഉണരുന്നു, അതിനുശേഷം അവർ ഉറങ്ങുന്നു, അതിനുശേഷം പിറ്റേന്നും ഒരു ഘടികാരത്തിലെ സൂചികളെ പോലെ ചാക്രികമായി പുനരഭിജനനം പുനരഭിമരണം എന്ന നിലയിൽ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യർ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ അവരുടെ ജീവിതം നയിക്കുന്ന സമയത്ത് അനന്തമായ ആ പ്രപഞ്ച ശക്തിയിൽ, അല്ലെങ്കിൽ ആ പ്രപഞ്ച സത്യത്തിൽ അചഞ്ചലമായ യഥാർത്ഥ സത്യമായ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് കാരണം ലക്ഷ്മണൻ ഇവിടെ പറയുന്നത് എന്താണ്? രാജാവിനെ ബന്ദിയാക്കി കെട്ടി, സ്വന്തം പിതാവിനെ ബന്ദിയാക്കി ഈ രാജഭരണം സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിക്കാൻ പറയുന്ന സമയത്താണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ തത്വം പറഞ്ഞു കൊടുക്കുന്നത്. യഥാർത്ഥ മനുഷ്യ ദർശനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതിന് നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഈ മായയാൽ നമ്മൾ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നത് കൊണ്ട് മരണത്തെക്കുറിച്ചുള്ള ചിന്തയേ ഇല്ല. പ്രായമാകുമ്പോഴും ക്ഷീണിതരാകുമ്പോഴും നമ്മൾ ഈ ചിന്തയില്ലാത്തത് കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും എല്ലാ ആനന്ദങ്ങളെ ഇങ്ങനെ വാരി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. കാരണം നമ്മൾ ഒരു സർട്ടൺ ഏജ് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് താഴോട്ടേക്കായിരിക്കും എന്നുള്ള സത്യം നമ്മൾ അംഗീകരിക്കില്ല. വീണ്ടും വീണ്ടും നമ്മൾ എല്ലാ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കഷ്ടപ്പെടും. അത് കിട്ടാണ്ടാകുമ്പോൾ നമ്മൾ വിഷമിക്കും. ഇങ്ങനെയാണ് ജീവിതം നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുക. എന്നിട്ട് അവസാനം മരണാസന്നമായ സമയത്ത് ജീവിതം ജീവിച്ച് തീർന്നിട്ടില്ലല്ലോ എന്നുള്ള ആ ഒരു അതൃപ്തികരമായ അവസ്ഥയിൽ നമ്മൾ ജീവൻ വെടിയും. അപ്പോൾ വീണ്ടും നമുക്ക് ഇവിടെ വന്ന്, കാരണം എന്താ, മനസമാധാനത്തോടല്ല പോകുന്നത്, ഇനിയും ജീവിക്കണം, ജനിക്കണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ പിന്നെയും വീണ്ടും അദ്ദേഹം ശരീരത്തിൻ്റെ കാര്യത്തിൽ പറയുന്നു. കാരണം രോഗങ്ങളും വാർദ്ധക്യവും നമ്മുടെ ശരീരത്തെ ബാധിക്കും, പക്ഷെ അത് നമ്മളെ ഒരിക്കലും ശരീരബോധം എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കരുത്, അറ്റാച്ച്ഡ് ആവരുത്. അപ്പോൾ ഇങ്ങനെയാണ് ശ്രീരാമൻ ലക്ഷ്മണനും അതുപോലെ അമ്മ കൗസല്യയ്ക്കും വേണ്ടിയിട്ട് ഉപദേശങ്ങൾ കൊടുക്കുന്നത്. അത് കൊടുത്തതിന് ശേഷം രാമൻ വനവാസത്തിന് പോകാൻ തയ്യാറാവുകയാണ്. അപ്പോൾ ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ ഈ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന, അല്ലെങ്കിൽ രാമായണത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലൂടെ പോവുകയാണ്. അപ്പം ഇതിലെ തത്വങ്ങളൊക്കെ മനസ്സിലാക്കുക. എന്നും ഞാൻ പറയാറുള്ളത് പോലെ പരമാവധി ഈ സന്ദേശങ്ങളൊക്കെ, ഈ തത്വങ്ങളൊക്കെ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുമിത്രാദികളിലും ഒക്കെ ഉറ്റവരുടെയൊക്കെ ഇടയിൽ പരമാവധി എത്തിക്കാൻ ശ്രമിക്കുക. കാരണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ ഒരു ഉയർന്ന തലത്തിലേക്ക്, മനസ്സിൻ്റെ ആ ഒരു സുഖകരമായ
അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.